ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളെ നശിപ്പിച്ചിട്ട് അതിനിടയ്ക്ക് കയറി പ്രശ്നമുണ്ടാക്കാൻ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ ശ്രമിക്കരുത്. എന്തിനാ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് മെസ്സേജ് ഇടുന്നത്? ഇതൊക്കെ ഒരു സിസ്റ്ററിനെ കൊണ്ട് പറയിപ്പിക്കണോ? നിങ്ങളൊരു ഭാര്യയാണ്, എനിക്കൊരു ഭർത്താവുണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണ്ടേ? ഏതെങ്കിലും തലതെറിച്ച് നടക്കുന്നവൻ ഒരു മെസ്സേജ് ഇട്ടാൽ അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അന്യൻ്റെ ഭാര്യയെ, എത്രാമത്തെ പ്രമാണമാണ്? 9. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യൻ്റെ ഭാര്യയെ മോഹിച്ചുകൊണ്ട് മെസ്സേജ് ഇടുക, ഫോൺ വിളിക്കുക, തെറ്റായ ബന്ധങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുന്ന വലിയ തിന്മയാണ്, പൈശാചികമായ തിന്മയാണ്. പ്രിയപ്പെട്ടവരെ, അന്യൻ്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന, ഭാര്യ ഭർത്തൃ ബന്ധത്തെ തകർക്കുന്ന, അവരുടെ കുടുംബത്തിൽ സ്ഥിരമായിട്ട് കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് കാരണക്കാരാകരുത്. മറ്റൊരുത്തൻ്റെ കുടുംബജീവിതത്തെ തകർക്കാൻ നിങ്ങൾക്ക് ദൈവം അനുവാദം തന്നിട്ടുണ്ടോ? അങ്ങനെ വേറെ ഏതെങ്കിലും കുടുംബത്തെ, ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന സ്വഭാവം ഫോൺ വിളിയോ മെസ്സേജ് ഇടലോ വാട്സപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പൈശാചികമായ തിന്മയാണ്. അതിന് നിങ്ങളുടെ കുടുംബം തകരും, നിങ്ങളുടെ കുടുംബം തകരും, അവരുടെ കുടുംബം തകരും. 2 കുടുംബങ്ങളെ ഒന്നുപോലെ തകർത്ത് കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്ന തിന്മയുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ നിൽക്കണോ? വേണ്ട. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ ഭദ്രതയെ തകർക്കുന്ന ഒരു തിന്മയ്ക്കും ആരും ഇറങ്ങിത്തിരിക്കരുത്. ആര് ഏത് വഴിയിലൂടെ നിങ്ങളെ വശത്താക്കാൻ നോക്കിയാലും ഓർക്കണം, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്. ദൈവം നിങ്ങളെ വിശ്വസിച്ച് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്, വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മറക്കരുത്, കുടുംബത്തെ മറക്കരുത്, മക്കളെ മറക്കരുത്, മക്കളെ അനാഥരാക്കരുത്, ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കരുത്. ഫോണൊക്കെ അതിൻ്റെ രീതിയിൽ ഉപയോഗിച്ചാൽ മതി, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അതിലൂടെയുള്ള കള്ളത്തരങ്ങളും കൂട്ടുകെട്ടുകളും വേണ്ട. ഇതൊരിക്കലൊന്ന് മുറിവേറ്റാൽ ആ മുറിവ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കും. പിന്നെ അത് പറഞ്ഞ് ജീവിതം മുഴുവനും കലകം. പല ഡൈവേഴ്സിൻ്റെ പുറകിലും അല്ലെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നതിൻ്റെ പുറകിലും ഇനി ഒരിക്കലും യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. എന്ത് കണ്ടുപിടുത്തങ്ങൾ? ഭാര്യയുടെ അവിഹിത ഫോൺ ബന്ധങ്ങളും കൂട്ടുകളും അവിശ്വസ്തതയുടേതായ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ തെളിവിന് എൻ്റെ കയ്യിലുണ്ട് സിസ്റ്ററെ. ഇനി ഈ തെളിവുകളെല്ലാം വെച്ച് എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? എനിക്ക് ഡൈവേഴ്സേ പറ്റുള്ളൂ. എനിക്കിനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി സിസ്റ്റർ ഉപദേശിക്കേണ്ട, അത് നടക്കുകയില്ല. കാരണം ഇഷ്ടം പോലെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ തെളിവുകൾ. ഈശോ അങ്ങനെ ഒന്ന് പറയുവാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈശോയുടെ മുഖത്തോട്ട് നോക്കിയേ. ഈശോ പറയുകയാണ്, മകനെ നീ ചെയ്തിരിക്കുന്ന സകല തിന്മകളുടെയും തെളിവുകൾ, നീ ചെയ്തിരിക്കുന്ന സകല തെറ്റുകളും സകല ദുർമാതൃകളും വ്യഭിചാരങ്ങളും കള്ളത്തരങ്ങളും ദൈവകൽപ്പനകൾ ലംഘിച്ച് നീ ചെയ്തു പോയിരിക്കുന്ന, ആരും ഈ ഭൂമിയിൽ അറിഞ്ഞിട്ടില്ലാത്ത എന്തെല്ലാം തിന്മകൾ നീ ചെയ്തിട്ടുണ്ട്, അത് മുഴുവനും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റിയല്ല. അതാണ്. അപ്പോൾ എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മളിലൂടെ നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് ഒഴുകേണ്ടത്. ദൈവം യോജിപ്പിച്ചത്. ആര് യോജിപ്പിച്ചതാ? ദൈവം യോജിപ്പിച്ചത്. ഒന്ന് പറഞ്ഞേ എല്ലാവരും. നമ്മളെ യോജിപ്പിച്ചതല്ല. പിന്നെ ആരാ യോജിപ്പിച്ചത്? ദൈവം യോജിപ്പിച്ചത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യോജിച്ച് പോകുന്നില്ലെന്ന് തോന്നുമ്പോൾ ഈ ചതിക്കുഴി എനിക്ക് വേണ്ടി ഒരുക്കിയത് ആരാണ്? ഇടക്കാരനാണ്. ദൈവമല്ല, ഇടക്കാരനാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രേമിച്ച് പോയതുകൊണ്ട് സംഭവിച്ചതാണ്. ഇങ്ങനെയൊക്കെ പല ന്യായീകരണങ്ങൾ നമ്മളവിടെ കണ്ടെത്താൻ നോക്കും. പക്ഷെ അന്നേരം എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വചനം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:6. ഒരൊറ്റ വാക്കാണത്.
എൻ്റെ ജീവിത പങ്കാളിയും ഞാനും ഒത്തുള്ള ആ കുടുംബജീവിതം, ആ വിവാഹം എന്ന കുദാശ ഞാനോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ ബന്ധുക്കളോ മിത്രങ്ങളോ ആരും യോജിപ്പിച്ചതല്ല, മറിച്ച് ദൈവമാണ് യോജിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഏറ്റവും മനോഹരമായ ഒരു വിശേഷണമാണ്, ദൈവം യോജിപ്പിച്ചു. നമ്മുടെ കുടുംബജീവിതത്തെ ഒന്ന് ഈശോയുടെ മുമ്പിൽ വെച്ചൊന്ന് വിലയിരുത്താം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കൗൺസിലിങ്ങിലൂടെയൊക്കെ ആണേലും കേൾക്കുന്നതൊക്കെ ഈ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം പണിയെടുക്കുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പനും അമ്മയില്ലാത്ത ധാരാളം കുഞ്ഞുങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അപ്പനുണ്ടെങ്കിൽ അമ്മയില്ല, അമ്മയുണ്ടെങ്കിൽ അപ്പനില്ല. എന്താ അങ്ങനെ വരുന്നത്? മരിച്ചു പോകുന്നതല്ല അല്ലേ, ഡൈവേഴ്സ്. അപ്പം അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന, ആരുമില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലൊരു IPSകാരനോട് പത്രപ്രവർത്തകർ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഒരുപാട് പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നു, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്? പത്രപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബത്തിനാണ്, മറ്റൊന്നിനുമല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തിൽ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം അത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പേപ്പറിൽ ഞാൻ വായിച്ചൊരു തുരുമ്പ് കഷ്ണം ഞാൻ ഓർക്കുന്നതാണ്. അതുതന്നെയാണ് സഭ പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു 2 സെൻറ്റൻസിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റും. അതിപ്രകാരമാണ്: വലിയ ഉത്തരവാദിത്തത്തിലേക്കും വലിയ ദൗത്യത്തിലേക്കും ദൈവം ഒന്നിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കുദാശയാണ് കുടുംബം. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഇങ്ങനെ അലസമായിട്ടിരിക്കാനല്ല, പിള്ള കളിക്കാനല്ല, പിന്നെ എന്താണ്, വലിയ ഉത്തരവാദിത്തം, വലിയ ദൗത്യം. ആ 2 വാക്കാണ് സഭ പഠിപ്പിക്കുന്നത്. വലിയ ഉത്തരവാദിത്തത്തിലേക്കും വലിയ ദൗത്യത്തിലേക്കും ദൈവം നിങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കുദാശയാണ് വിവാഹമെന്ന കുദാശ. ഈ വിവാഹമെന്ന കുദാശയെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: ദൈവം യോജിപ്പിച്ചത്. ആര് യോജിപ്പിച്ചതാ? ദൈവം യോജിപ്പിച്ചത്. ഒന്ന് പറഞ്ഞേ എല്ലാവരും. നമ്മൾ യോജിപ്പിച്ചതല്ല, പിന്നെ ആരാ യോജിപ്പിച്ചത്? ദൈവം യോജിപ്പിച്ചത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, യോജിച്ച് പോകുന്നില്ലെന്ന് തോന്നുമ്പോൾ, ഈ ചതിക്കുഴി എനിക്ക് വേണ്ടി ഒരുക്കിയത് ആരാണ്? ഇടക്കാരനാണ്. ദൈവമല്ല, ഇടക്കാരനാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രേമിച്ച് പോയതുകൊണ്ട് സംഭവിച്ചതാണ്. ഇങ്ങനെയൊക്കെ പല പല ന്യായീകരണങ്ങൾ നമ്മളവിടെ കണ്ടെത്താൻ നോക്കും. പക്ഷെ അന്നേരമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു വചനം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:6. ഒരൊറ്റ വാക്കാണത്. എൻ്റെ ജീവിത പങ്കാളിയും ഞാനും ഒത്തുള്ള ആ കുടുംബജീവിതം, ആ വിവാഹം എന്ന കുദാശ ഞാനോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ ബന്ധുക്കളോ മിത്രങ്ങളോ ആരും യോജിപ്പിച്ചതല്ല, മറിച്ച് ദൈവമാണ് യോജിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഏറ്റവും മനോഹരമായ ഒരു വിശേഷണമാണ്. ദൈവം യോജിപ്പിച്ചു, ദൈവം യോജിപ്പിച്ചു. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 32-ാമത്തെ തിരുവചനം എന്താണെന്നറിയാവോ? ഇതൊരു മഹാരഹസ്യമാണ്. ഈ വചനമൊക്കെ നമ്മൾ ഇടയ്ക്കിരുന്ന് വായിക്കണം. ഏത്? ദൈവം യോജിപ്പിച്ചിരിക്കുന്ന ഈ വിവാഹം എന്ന കുദാശയിലൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ഇതൊരു രഹസ്യമാണ്. ആഴമായ ആന്തരികതയുള്ള ഒരു യാഥാർത്ഥ്യമാണ് വിവാഹം എന്ന് പറയുന്ന ഈ കുദാശ. എന്നിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ്, കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് സാധ്യമല്ല. ഇത് സ്വീകരിക്കാൻ പറ്റത്തില്ല, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ. 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുകയാണ്, ഈശോ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി
സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ ദമ്പതികൾ പരസ്പരം ആത്മദാനം ചെയ്ത് സ്നേഹദായകവും ജീവദായകവുമായ അപ്പമായി തീരുക. അങ്ങനെ യേശുവിൻ്റെ ബലിയുടെ പുനരവതരണം കുടുംബത്തിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ പുനരവതരണമാണ് എവിടെ സംഭവിക്കുന്നത്? കുടുംബത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ഈ അൾത്താരയിൽ കർത്താവിൻ്റെ കുരിശിലെ ബലിയിൽ പങ്കെടുത്തു. ആ ബലിയിൽ നടന്നതെല്ലാം ഇന്നും നടക്കുന്നത് എവിടെയാണ്? ഓരോ ജീവിത അന്തസ്സിലൂടെയുമാണ്. വിവാഹമെന്ന കുദാശ ജീവിക്കുന്ന ഇടമായ കുടുംബത്തിൽ, സന്യാസം എന്ന ജീവിതം ജീവിക്കുന്ന ഇടമായ ആ ജീവിതത്തിൽ, പൗരോഹിത്യം ജീവിക്കുന്ന ഇടമായ ആ ജീവിതത്തിൽ ഈ കാൽവരിയിലെ ബലി പൂർത്തിയാക്കുക. അതാണ് മുമ്പേ പറഞ്ഞില്ലേ, സഭ പറയുന്നു വലിയ ഉത്തരവാദിത്വം, വലിയ ദൗത്യം. അപ്പോൾ എന്താണ് ഇത്രമാത്രം വലിയ ഉത്തരവാദിത്വം? എന്താണ് ഇത്രയും വലിയ ദൗത്യം എന്ന് നമുക്ക് തോന്നും. എന്താ ഇത്രയും വലിയ ഉത്തരവാദിത്വം? യേശുവിൻ്റെ ജീവിതം ജീവിക്കാനുള്ള ഉത്തരവാദിത്വം, യേശുവിൻ്റെ ബലി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം, കാൽവരിയിലെ സംഭവം അപ്പാടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി, കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ്ലീഹയുടെ വാക്കുകൾ കേട്ട് 5-ാമത്തെ അധ്യായത്തിൽ എഫെസോസ് 5:25 നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ. എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ സ്നേഹം അത്ര ഗാഢമായ സ്നേഹത്തിൻ്റെ ഐക്യത്തിലാണ് ജീവിക്കുന്നെങ്കിൽ ആ ഭാര്യയ്ക്കോ ആ ഭർത്താവിനോ ആ ബന്ധം മുറിച്ച് വേറൊരു ബന്ധത്തിലേക്ക് പോകാൻ പറ്റുമോ? ഭാര്യ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ പുറകെ പോകാൻ പറ്റുമോ? അല്ലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുടെ പുറകെ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം ബന്ധങ്ങൾ വേർപെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റ് കാമുകന്മാരെയും കാമുകളെയൊക്കെ തേടി നടക്കുന്നുണ്ടെങ്കിൽ, അവരിലൊക്കെ സംതൃപ്തി കണ്ടെത്തുന്നുണ്ടെങ്കിൽ, അങ്ങനെ വാട്സപ്പിലൂടെയും മൊബൈലിലൂടെയൊക്കെ ചില അവിഹിത ബന്ധങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഈ തിരുവചനത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോട് വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ വചനം പറയുന്നത് എന്താണ്? ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അമ്മയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനല്ല എഴുതിയിരിക്കുന്നത്. ആണോ? നമ്മളെല്ലാവരും കുടുംബത്തിൽ ജനിച്ചവരാ. അപ്പൻ എങ്ങനെയാണ് അമ്മയെ സ്നേഹിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അല്ലെ, അമ്മ എങ്ങനെയാണ് അപ്പനെ സ്നേഹിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കണ്ട് വളർന്നല്ലേ നമ്മൾ വളർന്നത്. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പൻ അമ്മയെ സ്നേഹിച്ചതുപോലെയും അമ്മ അപ്പനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനല്ല നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഒറ്റ മോഡലാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ആ മോഡൽ ഏതാ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ പുരുഷന്മാരെന്ന് കൈപൊക്കിക്ക്. ഇങ്ങനെയാണോ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ന ചോദ്യമാ സിസ്റ്ററെ, അല്ലേ? പിന്നെ ആരോടാ ഞാൻ ചോദിക്കുന്നത്? ഇങ്ങനെയാണോ? അപ്പം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്തറിയണം? ക്രിസ്തു എങ്ങനെയാ സ്നേഹിച്ചത്, യേശു എങ്ങനെയാ സ്നേഹിച്ചതെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. യേശു ആരെ സ്നേഹിച്ച കാര്യമാണ് പറയുന്നത്? സഭയെ. സഭയെന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ. ദൈവജനമാണ് സഭ. നമ്മൾ നല്ലവരാണോ? ആണോ? എല്ലാ വേശ്യാവൃത്തി പണികളും നമ്മുടെ കയ്യിലില്ലേ എന്ന് പറഞ്ഞാൽ തക്ക സമയം കിട്ടുമ്പം നമ്മൾ തമ്പുരാനെ ഉപേക്ഷിച്ച് പോകും, അല്ലേ? ആണോ? അങ്ങനെ ഒരു കാര്യം സാധിച്ചു കിട്ടി, അത് നേടിയെടുത്തുകൊണ്ട് ഒറ്റപ്പോക്കാ. പിന്നെ അടുത്ത കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും ഒരു സ്നേഹവും പ്രേമവും ഒക്കെ കാണിക്കും. അല്ലാതെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. അപ്പം നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും, നമ്മൾ ഈശോയെ സ്നേഹിക്കാതെ അവിശ്വസ്തരായി തുടരുമ്പോഴും ഈശോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് വേണ്ടി ബലിയായിക്കൊണ്ടിരിക്കുക. കാൽവരിയിലെ ബലി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ഇവിടെ നടന്നതേ ഉള്ളൂ. ആ ബലി ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ വിശ്വസ്തത നോക്കാതെ തന്നെ നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും
ഈശോ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ചിന്തി നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും പല ഡൈവേഴ്സിൻ്റെ പുറകിലും അല്ലെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നതിൻ്റെ പുറകിലും ഇനി ഒരിക്കലും യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. എന്ത് കണ്ടുപിടുത്തങ്ങൾ? ഭാര്യയുടെ അവിഹിത ഫോൺ ബന്ധങ്ങളും കൂട്ടുകളും അവിശ്വസ്തതയുടേതായ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ തെളിവിന് എൻ്റെ കയ്യിലുണ്ട് സിസ്റ്ററെ. ഇനി ഈ തെളിവുകളെല്ലാം വെച്ച് എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? എനിക്ക് ഡൈവേഴ്സേ പറ്റുള്ളൂ. എനിക്കിനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി സിസ്റ്റർ ഉപദേശിക്കേണ്ട, അത് നടക്കുകയില്ല. കാരണം ഇഷ്ടം പോലെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ തെളിവുകൾ. ഈശോ അങ്ങനൊന്ന് പറയുവാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈശോയുടെ മുഖത്തോട്ട് നോക്കിയേ. ഈശോ പറയുകയാണ്, മകനെ നീ ചെയ്തിരിക്കുന്ന സകല തിന്മകളുടെയും തെളിവുകൾ, നീ ചെയ്തിരിക്കുന്ന സകല തെറ്റുകളും സകല ദുർമാതൃകളും വ്യഭിചാരങ്ങളും കള്ളത്തരങ്ങളും ദൈവകൽപ്പനകൾ ലംഘിച്ച് നീ ചെയ്തു പോയിരിക്കുന്ന ആരും ഈ ഭൂമിയിൽ അറിഞ്ഞിട്ടില്ലാത്ത എന്തെല്ലാം തിന്മകൾ നീ ചെയ്തിട്ടുണ്ട്, അത് മുഴുവനും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റിയല്ല. അതാണ്. അപ്പോൾ എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മളിലൂടെ നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് ഒഴുകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ അവിശ്വസ്തതകളും പോരായ്മകളും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ദാമ്പത്തിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ കുടുംബം ഒന്നെങ്കിൽ അതേപടി തകർന്ന് തരിപ്പണമാകും. അതെപ്പോഴാണ് തകർന്ന് തരിപ്പണമാകുന്നത്? ക്ഷമിക്കുന്ന സ്നേഹത്തോടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ കുരിശിലെ ഈശോയുടെ സ്നേഹം എൻ്റെ ജീവിത പങ്കാളിയിലേക്കൊന്ന് ഒഴുക്കി കൊടുക്കാൻ തയ്യാറാകാത്തപ്പോഴെല്ലാം ആ കുടുംബം തകർന്നു പോകുകയാണ്. പിന്നെ മക്കളെക്കുറിച്ച് ചിന്തയില്ല, ആരെക്കുറിച്ചും ചിന്തയില്ല, പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും എവിടെ എത്തണം? ഡൈവേഴ്സിൽ എത്തണം. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ്ലീഹയുടെ വാക്കുകൾ ഓർക്കുക. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും, രണ്ട് കാര്യം പറയുന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിക്കുക. അതെങ്ങനെയുള്ള സ്നേഹമായിരുന്നു? ക്ഷമിക്കുന്ന സ്നേഹമായിരുന്നു, സഹിക്കുന്ന സ്നേഹമായിരുന്നു, എല്ലാം മറക്കുന്ന സ്നേഹമായിരുന്നു, എല്ലാം വിട്ടുകൊടുക്കുന്ന സ്നേഹമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്നേഹം ഭർത്താവ് ഭാര്യയ്ക്ക് നൽകണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ എന്നുള്ളത് സത്യമല്ലേ? ആണോ? വീണ്ടും ഒരു കാര്യം കൂടെ പൗലോസ്ലീഹ പറയാണ്, അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ട് ദൈവം തന്നിരിക്കുന്ന ആ വ്യക്തിയുടെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ. സ്നേഹിക്കാൻ മാത്രം അത്ര വിശുദ്ധിയൊന്നും ആയിരിക്കില്ല. എല്ലാവിധ ബലഹീനതകളുമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളി. പക്ഷേ ആ ബലഹീനതയിൽ നിന്ന്, ആ അയോഗ്യതയിൽ നിന്ന് ജീവിത പങ്കാളി കൃപയുള്ള അഭിഷേകമുള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടണമെങ്കിൽ നിങ്ങളിലൂടെ ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടണം എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് ഭർത്താക്കന്മാരോട് പറയുകയാണ്, സ്വന്തം ശരീരത്തെ എന്ന പോലെയാണ് നിങ്ങൾ ഭാര്യമാരെ എന്ത് ചെയ്യേണ്ടത്? ദ്രോഹിക്കേണ്ടത്. അങ്ങനെയാണോ? അല്ല, പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? ചിലപ്പോൾ വായിക്കുമ്പം തെറ്റുപറ്റുന്നതാണോ എന്നറിയത്തില്ല. ദ്രോഹിക്കണം എന്നൊരു വാക്കല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെന്താണ്? സ്നേഹിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ആരെ പോലെ സ്നേഹിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. സഭയുടെ വിശുദ്ധീകരണം ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ സ്നേഹത്താലാണ്. സ്നേഹിതനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് അരുൾ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ പിടഞ്ഞ് മരിച്ചാണ് ദൈവജനത്തോടുള്ള, സഭയോടുള്ള സ്നേഹം ഈശോ പ്രകടമാക്കിയത്. ഇതുപോലെ ഭർത്താക്കന്മാർ ആ കുടുംബം നിലനിൽക്കണമെങ്കിൽ, ദൈവം നിങ്ങൾക്ക് നൽകിയ കുടുംബത്തെ നിലനിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ളൊരു സ്നേഹം ഭാര്യയിലേക്കും കുടുംബത്തിലേക്കും മക്കളിലേക്കും ഒഴുക്കാൻ നിങ്ങൾ തയ്യാറാകണം.
അപ്പോൾ ഈ സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം കിട്ടണമെങ്കിൽ എല്ലാവർക്കും സ്വാർത്ഥതയല്ലേ? സ്നേഹമാണോ സ്വാർത്ഥതയാണോ നമ്മുടെ ഉള്ളിൽ കൂടുതലുള്ളത്? സ്നേഹമാണോ സ്വാർത്ഥതയാണോ നമ്മുടെ ഉള്ളിലുള്ളത്? സ്വാർത്ഥതയാണ്. നമ്മളെന്താ പറയുന്നത്? എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം. ഭർത്താവ് പറയുന്നത് ഭാര്യ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഭാര്യയേക്കാൾ കൂടുതൽ സ്നേഹമുള്ള ഒരുത്തിയെ കണ്ടപ്പോൾ ഞാൻ അവളുടെ പുറകെ പോയത്. ഭാര്യ പറയുന്നു എൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ നല്ല മര്യാദയുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് അവനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അവൻ്റെ പുറകെ പോയത്. 2 മക്കളും ഉണ്ട്. മക്കളാണെങ്കിൽ നല്ല മിടുക്കരായിട്ടൊക്കെ പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ, അത് വലിയ കുഞ്ഞുങ്ങൾ. എന്നിട്ടും ഇത് പറഞ്ഞു നടക്കുക, ഭർത്താവിനേക്കാൾ ഉപരിയായിട്ട് എന്നെ ഈ കാമുകൻ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ സ്നേഹത്തിൻ്റെ പുറകെ പോയതെന്ന്. എന്തോ ഒരു നാണം കെട്ട ഒരു അവസ്ഥയല്ലേ? ലജ്ജ തോന്നുന്നില്ലേ? അപ്പം ഈ സ്വാർത്ഥത, എനിക്ക് സ്നേഹം കിട്ടണം, അങ്ങനെ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. ആരാണത്? സമറിയക്കാരി സ്ത്രീ. അവൾ ഈശോയെ കണ്ടുമുട്ടുന്ന സമയത്ത് ഈശോ അവളെ ഓർമ്മിപ്പിച്ച കാര്യം എന്താ? നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്? നിനക്ക് 5 പേര്, ഇപ്പോഴുള്ളവനും അല്ല. അവൾ എന്തിനു വേണ്ടിയാണ് നടന്നത്? സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് അവളാണ് ഓടി നടന്നത്. അവസാനം ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ സ്നേഹം കൊണ്ടൊന്നും, ഈ ഓടി നടന്നിട്ട് കിട്ടുന്ന പലരുടെ കരങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കൊണ്ടൊന്നും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല. അപ്പം സ്നേഹിക്കാൻ വേണ്ടി ഓടി നടന്ന് പാപം ചെയ്തതിൻ്റെ പരിണതഫലമായിട്ട് ഒറ്റപ്പെട്ടവളായി മാറി, കുറ്റപ്പെട്ടവളായി മാറി, സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങാൻ പറ്റാത്തവളായി മാറി, അപകർഷതാബോധത്തിനും നിരാശയ്ക്കും കുറ്റബോധത്തിനും ഒക്കെ അടിമയായി മാറി. അങ്ങനെയുള്ള അവള് യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ സ്നേഹം മുഴുവൻ എങ്ങോട്ട് തിരിഞ്ഞു? ഈശോയിലേക്ക് തിരിഞ്ഞു. അവൾക്ക് മനസ്സിലായി, ഈശോയ്ക്ക് മാത്രമേ സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ആ സ്വാർത്ഥത, സ്നേഹിക്കപ്പെടണമെന്നുള്ള അവളുടെ ആ ഹൃദയത്തിൻ്റെ ദാഹവും സ്വാർത്ഥതയും മുഴുവൻ എങ്ങോട്ട് കൊണ്ടുവന്നു? ഈശോയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് അവൾ പരിപൂർണമായിട്ട് നവീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഈശോയുടെ സാക്ഷിയായിട്ടുള്ള മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹിക്കുന്നില്ല, അല്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല, സ്നേഹമാണ് എനിക്ക് വേണ്ടത്, പക്ഷേ എനിക്ക് സ്നേഹം തരാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതെ സ്നേഹത്തിൻ്റെ മുഴുവൻ നിറവ്, തികവ് ഈശോയാണ്. ഈശോയെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 പറയുന്നൊരു വചനമുണ്ട്. എന്താണത് അറിയാമോ? പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ടൊന്നും ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷേ സംഭവം എന്താണ്? ആന്തരികമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവത്തിൻ്റെ സ്നേഹം നിറച്ച് നിറച്ച് തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് ഇങ്ങനെ ഈ ഒരു ദിവസം മുഴുവൻ മാറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വചനം ഒന്നും കൂടെ പറഞ്ഞേ. റോമ 5:5 എന്താണ്? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. കരങ്ങൾ 2 തുറന്ന് പിടിച്ച് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എത്രയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കെല്ലാവർക്കും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹമുണ്ട്. ഈ സ്നേഹിക്കപ്പെടുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം നമ്മുടെ ഉള്ളിലുണ്ട്. അതെല്ലാം ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുത്തിട്ട് കുറച്ചും കൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായ ഞാൻ കുറച്ചും കൂടെ എൻ്റെ ഭാര്യനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, കുറച്ചും കൂടെ എൻ്റെ ഭർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, കുറ്റപ്പെടുത്താതെ മുറിവേൽപ്പിക്കാതെ ആ വ്യക്തി ആയിരിക്കുന്ന പോലെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് കൃപ തരണേ ഈശോയെ. ഞാൻ സ്നേഹിക്കാത്തതിൻ്റെ കുറവുകൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഈശോയെ നീ ഇപ്പോൾ തന്നെ അത് സുഖപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ തന്നെ എൻ്റെ ഈശോയെ ആ വേദന നീ ഒന്ന് എടുത്തു മാറ്റി കൊടുക്കണേ, സുഖപ്പെടുത്തി കൊടുക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരിക്കേണ്ട ആഴമായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ച് തിരുസഭ നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കണ്ണാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കൺ എന്ന് പറയും. പരിശുദ്ധ ത്രിത്വം എങ്ങനെയാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേര് ഒന്നാണ്, അല്ലേ? ഒന്നാണ്. ഇതുപോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കൺ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒന്നായി തീരേണ്ട ഒരു ജീവിതമാണ് ദാമ്പത്യ ജീവിതം. അതിന് ഒരു വിള്ളലേൽപ്പിക്കുന്ന ഒരു വാക്കുപോലും, ഒരു നോട്ടം പോലും, ഒരു പ്രവൃത്തി പോലും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുകയാണ് 5-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനം ഇങ്ങനെ: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക്, ആ വാക്ക് പറഞ്ഞ്, വിധേയരായിരിക്കുവിൻ. ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. വലത്തേറുയർത്തിയ വചനം എന്ന് പറയാമോ? ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ക്രിസ്തു തൻ്റെ സഭയായ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഐക്യമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്കണ്ണാണ് കുടുംബജീവിതം, അല്ലെ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഒരു ഐക്യമാണ് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ഐക്യം, ഈശോ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഐക്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? വിധേയരായിരിക്കണം. ആർക്ക് വിധേയരായിരിക്കണം? ഭാര്യ എല്ലാ കാര്യങ്ങളിലും ആർക്ക് വിധേയത്തോടെ ആയിരിക്കണം നീങ്ങുന്നത്? ഭർത്താവിനോട് വിധേയത്വത്തോടെ ആയിരിക്കും നീങ്ങുന്നത്. ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എങ്ങനെയായിരിക്കണം? എല്ലാ കാര്യങ്ങളിലും ക്ഷമിച്ച്, വിട്ടുവീഴ്ച ചെയ്ത്, സഹിച്ച്, ജീവിത പങ്കാളിയായ ഭാര്യനെ വിശുദ്ധീകരിച്ച്, പരസ്പരം ആഴത്തിൽ ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചു അതുപോലെ സ്നേഹിക്കുകയും, ഭാര്യ അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായിട്ടുള്ള അനുസരണയിലും സഭ ആവശ്യപ്പെടുന്നത് പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരൈക്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ? നമ്മൾ പറയല്ലേ, നമ്മുടെ ഈഗോയാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാനും, പറയേണ്ട കാര്യങ്ങൾ പറയാനും, അനുവാദം ചോദിക്കേണ്ട കാര്യങ്ങൾക്ക് അനുവാദം ചോദിക്കാനും, സത്യസന്ധമായിട്ട് ഉള്ള ഒരു ഒരു ഹൃദയത്തിൻ്റെ തുറവിയൊക്കെ ജീവിത പങ്കാളിയുടെ അടുത്ത് കാണിക്കാനും, വളരെ സുതാര്യമായ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുമ്പോഴാണ് ഈ ഐക്യമുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇന്നെന്താ, ഒത്തിരി നല്ല കുടുംബങ്ങളുണ്ട്, ഒരുപാട് നല്ല ദാമ്പത്തിക ജീവിതങ്ങളുണ്ട്. അവരുടെ ഇടയിൽ യാതൊരു തരത്തിലുള്ള മറയുമില്ല, കള്ളത്തരങ്ങളില്ല, ഒളിച്ചുകളികളില്ല, അസത്യങ്ങളില്ല. എന്താ കാരണം? എല്ലാം സത്യസന്ധമായിട്ട് പോകുന്നു. വിശുദ്ധ ഗ്രന്ഥം ഒരു ഭാര്യ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസ്തയോടെ അനുഷ്ഠിച്ചു പോകുമ്പോൾ അവിടെ അസ്വസ്ഥതകളില്ല. ഒരു ഭർത്താവ് എന്ന നിലയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ഒരു തുറന്ന ഹൃദയബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അസ്വസ്ഥതകളില്ല. ഏത് സഹനങ്ങളെയും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൊണ്ടും വിധേയത്വം കൊണ്ടും ഐക്യം കൊണ്ടും തരണം ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വലത്തേരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുടുംബം ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനത്തിൽ
വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും അത് നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അതിനകത്ത് 4 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണമെന്നാണ്. അതാണ് ഒന്നാമത്തേത്. ദാമ്പത്തിക ജീവിതത്തിൻ്റെ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ് മാർപ്പാപ്പ പറയുന്നത്. എന്താ? വിശുദ്ധ ഗ്രന്ഥമാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. സഭ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാം അല്ലേ? വിശുദ്ധ ഗ്രന്ഥമാണ് കുടുംബജീവിതത്തിൻ്റെ, ദാമ്പത്തിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത്. എന്താണ്? വിശുദ്ധ ഗ്രന്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥമാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടതെന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? സിസ്റ്റർ ഇപ്പോൾ ഒരു വചനം വായിച്ചു തന്നില്ലേ? ഒരു ഭർത്താവ് വിവാഹം എന്ന കുദാശ സ്വീകരിച്ച് ഒരു ജീവിത പങ്കാളി ഭാര്യയുടെ അടുത്ത് ജീവിക്കുമ്പോൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് സഭ ഏൽപ്പിക്കുന്ന ദൗത്യം? അത് വിശുദ്ധ പൗലോസിനെ പറഞ്ഞു വെച്ചത് ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ താങ്ങുമല്ലേ? ആണോ? ഭാര്യയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഏത് ബലഹീനതകളും, ഏത് കുറവുകളും, ഏത് അവിശ്വസ്തതകളും ക്ഷമിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, സഹിക്കാൻ, വീണ്ടും ചേർത്ത് പിടിക്കാൻ, കൈകോർത്ത് നടക്കാൻ, ഒന്നിച്ച് മുന്നേറാൻ, ഒന്നിച്ച് ആലോചിക്കാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഈ ഭർത്താവിനെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരൊറ്റ വചനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? ശരിയാണോ? അതെ. ഒരുപാട് കഴിവുകൾ കാണും, വിദ്യാഭ്യാസം കാണും, നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ഒത്തിരി വലിയ സാലറിയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. ഭർത്താവിന് അത്രയുള്ള ജോലിയൊന്നും കാണിയല്ല, ഭർത്താവ് അത്രയും കഴിവുള്ള ഒരാളായിരിക്കുകയില്ല, അത്രയും വിദ്യാഭ്യാസമുള്ള ആളായിരിക്കുകയില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന അത്ര സാലറി ഒന്നും ഭർത്താവിന് കിട്ടുന്നുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഞാനാ വലുതെന്ന് ഭാര്യ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വചനമുണ്ടോ? ഇല്ല. ഇന്ന് പല കുടുംബജീവിതത്തിലും വരുന്നത് ഇതാണ്. ഇന്നത്തെ തലമുറയിൽ നിന്ന് പെൺപിള്ളേർ പഠിക്കാവുന്നിടത്തോളം പഠിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ജോലിയായി, വലിയ സാലറിയായി. പക്ഷെ ഭർത്താവ് അല്പം കൂടെ താന്നിട്ടാണ് ഉള്ളതെങ്കിൽ എപ്പോഴും വഴക്ക്. ഇനിയിപ്പം ഡൈവേഴ്സ് നടന്നാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഡൈവേഴ്സ് നടന്നാലും കുഴപ്പമില്ല, കാരണം എനിക്കിഷ്ടം പോലെ പണമുണ്ട്, നല്ല ജോലിയുണ്ട്, എനിക്ക് മക്കളെ പോറ്റാവുന്നതേ ഉള്ളൂ, മക്കളെ സംരക്ഷിക്കാവുന്നതേ ഉള്ളൂ, കുടുംബം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ, ഇനി എനിക്ക് അങ്ങേരുടെ ആവശ്യമില്ല, ഭർത്താവിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ആ മനോഭാവം വിശുദ്ധ ഗ്രന്ഥത്തിനെതിരാണോ? അതുകൊണ്ടാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, നിങ്ങളുടെ സാലറിയുടെ അടിസ്ഥാനത്തിലല്ല കുടുംബജീവിതം നിങ്ങൾ വിലയിരുത്തേണ്ടത്. ആർക്കാണ് സാലറി കൂടുതൽ, ആർക്കാണ് വിദ്യാഭ്യാസം കൂടുതൽ എന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടല്ല കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടത്, ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. വചനം എന്ത് പറയുന്നു? വചനം പറയുന്നു, നീ ആരാണേലും കൊള്ളാം, നീ എത്ര ഉയർന്നവളാണേലും കൊള്ളാം, എത്ര വലിയ സാലറി നീ മേടിക്കുന്നുണ്ടെങ്കിലും കൊള്ളാം, നീ നിന്റെ ഭർത്താവിന് വിധേയത്വത്തോടെ ആയിരിക്കണം. ഹല്ലേലൂയ. വിധേയത്വം, ഭാര്യയുടെ വിധേയത്വം എപ്പോൾ ഇല്ലെന്നാകുന്നുവോ ആ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകുകയല്ലേ? ഉണ്ടാകുമോ? ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥമാണ് മാർപ്പാപ്പ പറയുക. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുക, കുടുംബജീവിതക്കാരെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മാർപ്പാപ്പ പഠിപ്പിക്കുന്നതാണ് 4 കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് 4 ഞാനിപ്പോൾ പറയുന്നില്ല. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥമാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് ബോധമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിങ്ങനെ ഇരുന്ന് വചനം കേൾക്കുന്നത്, നിങ്ങളിങ്ങനെ ഒരു പ്രാർത്ഥനാ ദിവസം നിങ്ങൾ മാറ്റിവെക്കുന്നത്. എത്രയോ പേർക്ക് വചനം വേണ്ട, എത്രയോ പേർക്ക് പ്രാർത്ഥന വേണ്ട, എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ വേണ്ട. കാരണം അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ കുടുംബജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ലൗകായികതയാണ്, ലോകത്തിൻ്റെ വഴികളാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ വഴിയെ, ക്രിസ്തുവിൻ്റെ വചനത്തെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ മാനദണ്ഡമായി സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ സമയമുള്ളത്. പ്രൈസ് ദി ലോർഡ്. വലത്തേരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തോബിയത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വചനം എങ്ങനെയാണ്? അനാദ്യം മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്, നീ അവളെ രക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതും എന്താ വെളിപ്പെടുത്തുന്നത്? ദൈവം ജീവിത പങ്കാളിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിയെ ഇന്നോ ഇന്നലെയോ നിശ്ചയിച്ചതല്ല, നിങ്ങൾ വിവാഹാലോചന തുടങ്ങിയപ്പോൾ തമ്പുരാൻ നിശ്ചയിച്ചു തന്നതല്ല, പിന്നെയോ
വചനം പറയുകയാണ് അനാദ്യം മുതലേ. അപ്പോൾ എന്ത് ചെയ്യണം? മക്കളൊക്കെ വിവാഹാന്തസ്സിലേക്കൊക്കെ പ്രവേശിക്കാറാകുമ്പോൾ മക്കളും ഓർക്കണം, മാതാപിതാക്കളും ഓർക്കണം, ഇവിടെ ദൈവത്തിൻ്റെ പദ്ധതി നടക്കാവൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മക്കൾ തിരഞ്ഞെടുക്കുന്ന ജീവിത അന്തസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് ദൈവത്തിൻ്റെ പദ്ധതി നടക്കാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കണം. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കരുത്. നീ അവളെ രക്ഷിക്കണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 11-ാമത്തെ തിരുവചനം എന്താണെന്നറിയാമോ? ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കരുത്. അവളെ പൂർണ്ണമായി രക്ഷിക്കുവോളം ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും അവൾ നിങ്ങളോടൊപ്പം ഉണ്ടാകണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചോളാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ ബൈബിള്? ഉണ്ടോ? ഇല്ല. അപ്പം ബൈബിള് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നില്ല എന്നുള്ളതല്ല ഈ ഡൈവേഴ്സൊക്കെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ലോകത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കരുത്. വചനം പറയുന്നു ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കരുത്. അപ്പോൾ ഏതെങ്കിലും അപ്പനോ അമ്മയ്ക്കോ മക്കളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് സാരമില്ല, നീ ഇങ്ങോട്ട് പോരെ, ഡൈവേഴ്സ് പേപ്പറുകളൊക്കെ നീക്കിക്കൂ എന്ന് പറയാൻ അവകാശമുണ്ടോ? ഉണ്ടോ? ഇല്ല, ആർക്കുമില്ല. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വരുവാ, അല്ലെങ്കിൽ ആരുടെയും കൗൺസിലിംഗ് എടുത്ത് തരുക, ഒരു കൗൺസിലറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇത് ശരിയാകാൻ പോണില്ല, ഡൈവേഴ്സ് മതി എന്ന് പറയാൻ പറ്റുമോ? അതാർക്കും പറയാൻ അവകാശമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിനെതിരായ വാക്കാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ജോയിച്ചു പോകാൻ പറ്റത്തില്ലെങ്കിൽ അത് തീരുമാനം എടുക്കേണ്ടത് ആരാ? സഭയാ തീരുമാനം എടുക്കേണ്ടത്. സഭ തീരുമാനം എടുത്തോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് 7-ാം അധ്യായം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 10-ാമത്തെ വചനം ഇതാ പറയുന്നത്, ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്. ഇതൊക്കെ നമ്മൾ കൂടെ വായിക്കണം, നമ്മൾ കേൾക്കണം. വിവാഹമെന്ന കുദാശയിലൂടെ ആരംഭിക്കുന്ന ദാമ്പത്തിക ജീവിതത്തിൻ്റെ മഹത്തായ സൗന്ദര്യത്തെക്കുറിച്ച് സഭാപിതാവ് തെർത്തുല്യൻ പറയുന്നത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഇതാണ് വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ദാമ്പത്തിക ജീവിതത്തിൻ്റെ മഹത്വം. അതെത്രമാത്രം ദൈവത്തിന് മുൻപിൽ ഈ കുടുംബജീവിതത്തിന്, ദാമ്പത്തിക ജീവിതത്തിന് മഹത്വമുണ്ടെന്നുള്ളത് വലിയ സഭാപിതാവ് തെർത്തുല്യം പറയുകയാണ്. 1, സഭയാൽ യോജിപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ. സഭയാണ് വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങളെ യോജിപ്പിച്ചത്. ഹല്ലേലൂയ. 2, ബലിയാൽ ശക്തമാക്കപ്പെട്ടത്. ഈ ദൈവം യോജിപ്പിച്ചത് എന്നും യോജിച്ചിരിക്കുന്നതിനുള്ള ശക്തിയും കൃപയും എവിടെ നിന്നാണ്? ബലിയിൽ നിന്നാണ്, വിശുദ്ധ ബലിയിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കുടുംബജീവിതം, ദാമ്പത്തിക ജീവിതത്തിൽ വിവാഹം എന്ന കുദാശ സ്വീകരിച്ചിട്ട് വിശുദ്ധ കുർബാന എന്ന കുദാശയിൽ നിന്ന് അകന്നു പോയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റിയല്ല, മുന്നോട്ട് പോകാൻ പറ്റിയല്ല. അപ്പം ബലിയാൽ ശക്തമാക്കപ്പെട്ടത്. 3, ദൈവിക ആശീർവാദത്താൽ മുദ്രവയ്ക്കപ്പെട്ടത്. വിവാഹമെന്ന കുദാശ ആരാ ആശീർവദിച്ചു തന്നത്? ഒരു വൈദികൻ. ആ വൈദികനിലൂടെ ആരാശീർവദിച്ചു? ദൈവം ആശീർവദിച്ചു. അപ്പം ദൈവിക ആശീർവാദത്താൽ മുദ്രവയ്ക്കപ്പെട്ടത്. ഹല്ലേലൂയ. 4, മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞപ്പോഴേ പള്ളിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇടവപ്പള്ളിയിലേ ഇന്ന അപ്പൻ്റെ ഇന്ന അമ്മയുടെ മകന് അല്ലെങ്കിൽ മകള് വിവാഹം കഴിക്കാൻ പോകുന്നു. അതെവിടെ നടക്കുന്ന അനൗൺസ്മെൻറ്റാ? ഇടവപ്പള്ളി നടക്കുന്നതല്ല, സ്വർഗത്തിൽ നടക്കുന്ന അനൗൺസ്മെൻറ്റിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി മാത്രമാണ് ഇടവപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന അനൗൺസ്മെൻറ്റ്. നമ്മളതിനെ കാണുന്ന എന്താ? വല്ലവർക്കും വലിയ എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ വന്ന് അങ്ങനെ ഒരു വശം കൂടെ ഉണ്ടാകാം. പക്ഷെ സത്യത്തിൽ ഇത് സ്വർഗത്തിൽ നടക്കുന്ന വലിയൊരു അനൗൺസ്മെൻറ്റ് തന്നെയാണ്. മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെട്ടത്. 5, ദൈവപിതാവിനാൽ സ്ഥിരീകരിക്കപ്പെടുന്നതുമായ വിവാഹ ജീവിതത്തിലെ സൗഭാഗ്യത്തെ ഞാൻ എങ്ങനെ ആവിഷ്കരിക്കും എന്നാണ് തെർത്തുല്യൻ പിതാവ്, സഭാപിതാവ് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം കൃപയുടെ, അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ദൈവത്താലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ, ദൈവിക ആശീർവാദത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു കുടുംബം, ഒരു ദാമ്പത്തിക ജീവിതം ഈ ഭൂമിയിൽ ഉടലെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നശിപ്പിക്കാൻ ആരും നോക്കരുത്. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയുക. ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളെ നശിപ്പിച്ചിട്ട് അതിനിടയ്ക്ക് കയറി പ്രശ്നമുണ്ടാക്കാൻ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ ശ്രമിക്കരുത്. എന്തിനാ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് മെസ്സേജ് ഇടുന്നത്?
ഇതൊക്കെ ഒരു സിസ്റ്ററിനെ കൊണ്ട് പറയിപ്പിക്കണോ? നിങ്ങളൊരു ഭാര്യയാണ്, എനിക്കൊരു ഭർത്താവുണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണ്ടേ? ഏതെങ്കിലും തലതെറിച്ച് നടക്കുന്നവൻ ഒരു മെസ്സേജ് ഇട്ടാൽ അതിന് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അന്യൻ്റെ ഭാര്യയെ, എത്രാമത്തെ പ്രമാണമാണ്? 9. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അന്യൻ്റെ ഭാര്യയെ മോഹിച്ചുകൊണ്ട് മെസ്സേജ് ഇടുക, ഫോൺ വിളിക്കുക, തെറ്റായ ബന്ധങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുന്ന വലിയ തിന്മയാണ്, പൈശാചികമായ തിന്മയാണ്. പ്രിയപ്പെട്ടവരെ, അന്യൻ്റെ കുടുംബജീവിതത്തെ തകർക്കുന്ന, ഭാര്യ-ഭർത്തൃ ബന്ധത്തെ തകർക്കുന്ന, അവരുടെ കുടുംബത്തിൽ സ്ഥിരമായിട്ട് കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് കാരണക്കാരാകരുത്. ഞാൻ മിനിഞ്ഞാന്ന് എന്നെ പുറത്തുനിന്നുള്ള ഒരു ഫാമിലി വിളിച്ചു. അപ്പോൾ അവരെന്നോട് കരഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുന്ന 7 വർഷം മുൻപ് ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ഇന്നും അത് പ്രശ്നമാണ്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, അവൻ മാലാഖയൊന്നും അല്ല, അങ്ങനെയൊന്നും സംഭവിച്ചു പോയി, അവനെ തെറ്റേറ്റ് പറഞ്ഞല്ലോ, അവനത് അനുദപിച്ചല്ലോ, അവനത് ഉപേക്ഷിച്ചല്ലോ, ഒക്കെ ശരിയാണ് സിസ്റ്ററെ. പക്ഷേ എനിക്കത് ഒരു തരത്തിലും ഈ 7 വർഷമായിട്ടും ഞാൻ അവൻ്റെ ഭാര്യ എന്ന നിലയിൽ അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിരന്തരമായിട്ട് ഇത് ഛർദ്ദിച്ചിട്ട് കുടുംബത്തിൽ കലഹമാണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ മറ്റൊരുത്തൻ്റെ കുടുംബജീവിതത്തെ തകർക്കാൻ നിങ്ങൾക്ക് ദൈവം അനുവാദം തന്നിട്ടുണ്ടോ? അങ്ങനെ വേറെ ഏതെങ്കിലും കുടുംബത്തെ, ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന സ്വഭാവം, ഫോൺ വിളിയോ മെസ്സേജ് ഇടലോ വാട്സപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു പൈശാചികമായ തിന്മയാണ്. അതിന് നിങ്ങളുടെ കുടുംബം തകരും, അവരുടെ കുടുംബം തകരും. 2 കുടുംബങ്ങളെ ഒന്നുപോലെ തകർത്ത് കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്ന തിന്മയുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ നിൽക്കണോ? വേണ്ട. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ ഭദ്രതയെ തകർക്കുന്ന ഒരു തിന്മയ്ക്കും ആരും ഇറങ്ങിത്തിരിക്കരുത്. ഏത് വഴിയിലൂടെ നിങ്ങളെ വശത്താക്കാൻ നോക്കിയാലും ഓർക്കണം, നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്. ദൈവം നിങ്ങളെ വിശ്വസിച്ച് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്, വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മറക്കരുത്, കുടുംബത്തെ മറക്കരുത്, മക്കളെ അനാഥരാക്കരുത്, ഒരു പ്രശ്നത്തിന് വഴിയൊരുക്കരുത്. ഫോണൊക്കെ അതിൻ്റെ രീതിയിൽ ഉപയോഗിച്ചാൽ മതി, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. അതിലൂടെയുള്ള കള്ളത്തരങ്ങളും കൂട്ടുകെട്ടുകളും വേണ്ട. ഇതൊരിക്കലൊന്ന് മുറിവേറ്റാൽ ആ മുറിവ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കും. പിന്നെ അത് പറഞ്ഞ് ജീവിതം മുഴുവനും കലകം. വലത്തുകരം ഉയർത്തി ഈശോയ്ക്കിട്ട് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഉൽപ്പത്തിയുടെ പുസ്തകം 24:40 നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. ഇസ്ഹാക്കിന് ഭാര്യയായി റെബെക്കയെ കണ്ടെത്തിയപ്പോൾ റെബെക്കയുടെ സഹോദരൻ ലാബാൻ പറയുകയാണ്, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. എത്രയോ വലിയൊരു ബോധ്യമാണ് അത് പങ്കുവെക്കുന്നതെന്ന് നോക്കിയേ. ഇസ്ഹാക്കിൻ്റെ ഭാര്യയായിട്ട് റെബെക്കയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ സഹോദരൻ പറഞ്ഞത് എന്താണ്? ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ഒരിക്കലും തടയരുത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ ഇടപെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഫോൺ നമ്പറുകൾ മേടിക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, എന്നിട്ട് ഭർത്താവ് കാണാതെ വിളിക്കുക, അല്ലെ ഭാര്യ കാണാതെ വിളിക്കുക, ആ ബന്ധങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ കൃപ ചോർന്നു പോകും, നമ്മുടെ കുടുംബത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. പിന്നെ സാത്താൻ ഏത് വഴിയിലൂടെയും കയറി നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ പരിപൂർണമായിട്ടും തകർക്കും. മാതാപിതാക്കളെ, എന്തോന്നൊന്ന് വിളിക്കട്ടെ, മാതാപിതാക്കളെ, നിങ്ങൾ ദാമ്പത്തിക ജീവിതത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് പറയാൻ പറ്റുമോ വിശ്വസ്തരായിരിക്കാൻ? പറ്റുമോ? മാതാപിതാക്കളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റിയല്ല. നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുമോ? കേൾക്കുകയില്ല. അപ്പം മക്കൾക്ക് നിങ്ങൾ നല്ല മൂല്യങ്ങൾ കാണിച്ചു കൊടുക്കണം.
ഞാനിത് പറയുമ്പം എൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് സംഭവങ്ങളിങ്ങനെ ഓർമ്മ വരിക. മക്കള് മാതാപിതാക്കളുടെ തെറ്റായ ജീവിതങ്ങൾ കണ്ടിട്ട് ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവരുടെ അടുത്ത് പങ്കുവെക്കുകയും സങ്കടപ്പെടുകയും കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കൾ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ ഓർമ്മയിൽ വന്നിട്ടാണ് ഞാനിത് പറയുന്നത്. മക്കളിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട്, എൻ്റെ അപ്പനും അമ്മയും ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാനായിട്ട്, അവർ മോശക്കാരാണ്, അവർ വിശ്വസ്തരല്ല എന്ന് പറയാനായിട്ട് മക്കൾക്ക് അവസരം നിങ്ങൾ കൊടുക്കരുത്. വലത്തുകരമുയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിനി കരുണയുടെ ജപമാലയിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ ആ IPSകാരൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായിട്ട് ഞാൻ സൂക്ഷിക്കേണ്ടത്, ഏറ്റവും പരിഭാവനമായിട്ട് ഞാൻ സൂക്ഷിക്കേണ്ടത് എന്താണ്? എൻ്റെ വിവാഹമെന്ന കുദാശ, എൻ്റെ ദാമ്പത്തിക ജീവിതം, എൻ്റെ കുടുംബം. എൻ്റെ ചെറിയൊരു അവിശ്വസ്തതയിലൂടെ, ഒരു നോട്ടമായിരിക്കാം, ഒരു വാക്കായിരിക്കാം, ഒരു ഫോൺ വിളിച്ചതായിരിക്കാം, ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതായിരിക്കാം, ദൈവം ആഗ്രഹിക്കാതെ ഞാൻ ചെയ്തു പോയ ഏതെങ്കിലും ഒരു കുഞ്ഞ് പ്രവൃത്തി ഇന്ന് വലിയ ബന്ധനാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും വേർപിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള അവിഹിത ബന്ധനത്തിൽ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഈശോയുടെ അടുത്തിരുന്ന് തീരുമാനമെടുത്ത് ആ ചീത്ത കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, ഫോൺ വിളികൾ, ഫോൺ കോളുകൾ അതെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാനായിട്ട് തയ്യാറാകുക. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, തമ്പുരാനെ കരുണ തോന്നണമേ. ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിലേക്ക് ഈ പരിപാവനമായ കുടുംബത്തെ തകർക്കുന്നതിന് കാരണമായ, വിശുദ്ധ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നതിന് കാരണമായ സാത്താന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്ത നിമിഷങ്ങളെയെല്ലാം ഓർത്ത്, എല്ലാ തിന്മകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട്, മാപ്പിന് വേണ്ടി ചോദിച്ചുകൊണ്ട് ഈശോയെ ഒന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഉറക്കെ സ്വരമുയർത്തി, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, കടന്നു വരണമേ, കടന്നു വരണമേ, കടന്നു വരണമേ. യേശുവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. കരുണ തോന്നണേ, അറിവ് തോന്നണേ. പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഞാൻ. കരുണ തോന്നണേ, അലിവ് തോന്നണേ. പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഞാൻ. പരസ്പരം കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് ഈശോയെ ഞങ്ങളെ തുടരണേന്ന് പ്രാർത്ഥിച്ച്, ഈശോ തരുന്ന സന്ദേശങ്ങളൊക്കെ ഈശോയെ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ച്, വലിയൊരു പ്രകാശം ഈ ദേവാലയം മുഴുവൻ ഇറങ്ങി വരുന്നതായിട്ട് ഈശോ കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആ പ്രകാശം ഈശോ തന്നെയാണ്, ഈശോ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഈശോ ഇങ്ങനെ ഉപവിഷ്ടനായിട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈശോയുടെ ശക്തമായ മഹത്വപൂർണമായ സാന്നിധ്യം ഈശോ കാണിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മുണ്ടിനീ
കണ്ണുനീര് പോലെ നീര് വന്നിട്ട് വല്ലാതെ വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈശോയെ, ഒരു വണ്ടി വാങ്ങാൻ, ഒരു കാറ് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു, അത് കർത്താവ് സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള തൊണ്ടവേദന, തൊണ്ടയുടെ അസ്വസ്ഥത കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം തേടുന്നത് വഴിയായിട്ട് വലിയ കൃപ ചില വ്യക്തികൾക്ക് ഈശോ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോ, ഈശോ അനുഗ്രഹിക്കും. ഈശോയെ, നമ്മളിവിടെ ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. ഈശോയുടെ വലിയ കൃപ നമുക്ക് തരും. നീ ഉരുകി ഉരുകി തീരുന്ന കർത്താവ് കാണുന്നുണ്ടേ എന്ന് പറയുന്നു. ഈശോയെ, നന്ദി നന്ദി നന്ദി. മാതാപിതാക്കളെ, വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ, പൂർവികരെയൊക്കെ വേണ്ട പോലെ ബഹുമാനിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. ഒരു മകളോട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങാൻ ഈശോ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറിനറി സംബന്ധമായ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നുണ്ട്. കണ്ണിന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഈശോ സൗഖ്യം മേടിക്കുക. ഈശോയുടെ ഒരു ഭവനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു കർത്താവ്. ഒരു വീട് നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങളെ പിടിക്കുന്ന തൊഴിലുള്ള ഒരു വ്യക്തിയോട് ശ്രദ്ധിക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട്. താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കാലിന്റെ മുട്ടിന്റെ നീരും വേദന ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും വിശ്വാസത്തോടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നീ എടുത്ത തീരുമാനം ശരിയാണെന്ന് പറഞ്ഞ കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീടിനുള്ള സ്ഥലം വാങ്ങാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വീൽ ചെയറിലായിരിക്കുന്ന ഒരു മകളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ശിശുവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശിശുവിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് നിൽക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളോട് ഈശോ പറയുന്നു, ആകാശത്തോളം ഉന്നതമാണ് ദൈവത്തിന്റെ കരുണയെന്ന്. കുറ്റബോധത്തിന് അടിമപ്പെടരുത്, നിരാശപ്പെടരുതെന്ന് ഈശോ പറയുന്നു. ஆனால் ദൈവത്തിന്റെ കരുണയെ ശരണപ്പെടാനായിട്ട് പറയുകയാണ്. എത്ര വലിയ തിന്മകൾ ചെയ്താലും ദൈവത്തിന്റെ കരുണ നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റെടുക്കും. ഒത്തിരി ആന്തരിക സൗഖ്യത്തിന്റെ മേഖലകളിലേക്ക് കർത്താവ് കടന്നു വന്ന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ജീസസ് നല്ല തീരുമാനമെടുക്കുന്ന വ്യക്തികളെ ഈശോ കാണിച്ചു തരുന്നുണ്ട്. ആടിനെ വളർത്തി ഉപജീവന മാർഗം തേടുന്ന കുടുംബത്തിന് കർത്താവ് വളർത്തുമൃഗങ്ങളെ വളർത്താനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ജപ്തിയെ ഓർത്ത് ഭയപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ മേൽ ദൈവം ഇടപെടുന്നുണ്ട്. വലിയ ബന്ധനാവസ്ഥയിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നുണ്ട്. പൈശാചിക ശക്തികളുടെ പിടിയിൽ നിന്ന് കർത്താവ് ചില വ്യക്തികളെ വിടുവിക്കുന്നുണ്ട്. ഓർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ആ പിശാചി വിട്ടുപോകട്ടെ. ആ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളെല്ലാം നിർവീര്യമായി പോകട്ടെ, ബന്ധിക്കപ്പെടട്ടെ. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കലാക്കി തകർത്ത് കളയും. ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. നിരാശയുടെ ബന്ധനത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കഫക്കെട്ടിന്റെ ശല്യം പോലെ വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വിവാഹം ആശീർവദിക്കപ്പെടുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഒരക്രൈസ്തവ സഹോദരി ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. ആത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ.